കണ്ണനും രാധയുമാണ്. കണ്ണൻ മാത്രമല്ല, കണ്ണന്റെ ഒപ്പം ഒരു രാധയുമുണ്ട്. ഹലോ, ഈ കണ്ണന്റെ പേരെന്താ? കണ്ണൻ എന്നാണോ പേര്? കണ്ണന്റെ ശരിക്കുള്ള പേരെന്താ? കണ്ണൻ എത്രയിലാ പഠിക്കുന്നേ? 2ാം ക്ലാസ്സിലാണോ? കണ്ണൻ എന്താ ടെൻഷൻ ഉണ്ടോ കണ്ണന്? അവിടെ ഉണ്ണിക്കണ്ണനെ തൊഴുതോ? ഒരു പാട്ടൊക്കെ പാടിത്തരുമോ ആന്റിക്ക്? വലിയ നാണമുള്ള കണ്ണനാണോ ഇത്? കണ്ണന്റെ രാധയാണോ കൂടെയുള്ളത്? ആണോ? കണ്ണന് ഭയങ്കര നാണമുണ്ട്. കണ്ണന്റെ രാധ കണ്ണന്റെ കൂടെ തന്നെ ഉണ്ട്. പേരെന്താ രാധയുടെ? കൃഷ്ണ. എവിടുന്നാ വരുന്നേ ചേട്ടാ? തൃശ്ശൂർ. രണ്ടാൾക്കും ഭയങ്കര നാണമാണോ? നാണൊന്നല്ല. എന്തായിരുന്നു ഇങ്ങനെ നേർച്ചയായിരുന്നോ കൃഷ്ണ ദിവസം? എല്ലാ തവണയും വരാറുണ്ട്. ഈ തവണ നമുക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റമ്പലത്തിലേക്ക് കടത്തിയില്ലേ ഇവർ രണ്ടാളെയും കടത്തിയില്ലേ. അത് ഇപ്പൊ എന്ത് കണ്ടാന്ന് അറിയില്ല. പുതിയ നിയമങ്ങളാണ് തോന്നുന്നുണ്ട്. ഇവരെ രണ്ടാളെയും കടത്തിയില്ല. അതൊരു ചെറിയ വിഷമമായി നമുക്ക്. ഭഗവാൻ അവിടെ വന്ന് ഇവരെ സാധാരണ എല്ലാ തവണയും നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് കടത്താറുണ്ട്. അപ്പൊ ഈ തവണ എന്താന്ന് അറിയില്ല, അവരെ കടത്തിയില്ല. സെക്യൂരിറ്റി പറഞ്ഞു ഇവരെ അങ്ങനെ അലങ്കരിച്ചിട്ട് ഉള്ളിൽ കടത്താൻ പറ്റില്ല. അപ്പൊ അതൊരു വലിയാത്തൊരു വിഷമം തന്നെയാണ്. ഭക്തരെ സംബന്ധിച്ച് വലിയ നമ്മളൊരു എന്താ പറയാ, ഇത്രയും നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ചെറിയൊരു വിഷമം നമുക്ക് ഉണ്ടായി. ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ. എന്നാലും എല്ലാം ഭഗവാൻ അറിയുന്ന എല്ലാ സർവേശ്വരനായ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായ ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ അത് ഭഗവാന്റെ നിശ്ചയിരിക്കാം. അതിപ്പോ ഇവിടുത്തെ ജീവനക്കാരെ അറിയുന്നുണ്ടെങ്കിൽ അവർക്കൊരു അറിഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല, അവർക്കൊരു മുന്നറിയിപ്പും കൂടിയാണ്. അടുത്ത തവണ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാണ്ടിരിക്കട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സർവേശ്വരനായ ഭഗവാനായ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ജയശ്രീ, രാധരാധേ. എനിക്ക് ഉണ്ണിക്കണ്ണൻ മിഠായി തരുന്നുണ്ട്. താങ്ക് യു. ഉണ്ണിക്കണ്ണൻ മിഠായി ആണോ എല്ലാവർക്കും കൊടുക്കാറ്? പെണ്ണയല്ലേ കൊടുക്കാറ്? മിഠായി ആണല്ലേ? ന്യൂജൻ ഉണ്ണിക്കണ്ണനാണല്ലേ? ഓക്കെ. അപ്പം ഉണ്ണിക്കണ്ണന്റെ വക ഒരു മിഠായിയും കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ ചേട്ടനും കൂടെ കൊടുക്കുന്നുണ്ട്, വിനോദേട്ടനും കൂടെ മിഠായി കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അപ്പം അത്രമാത്രം ആഘോഷത്തിലാണ്. നമുക്ക് എവിടെ നോക്കിയാലും ഉണ്ണിക്കണ്ണന്മാരെയും രാധമാരെയും മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ്. ഇതാ നമ്മുടെ മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ആളുകളാണ്, ജസ്റ്റ് കല്യാണം കഴിഞ്ഞ് നേരെ ഇറങ്ങി വരുന്ന ആളുകളാണ്. പേരെന്താ? വിവാഹം കഴിഞ്ഞു? എപ്പോ? ഇന്നലെ വന്നതാണോ? വീടെവിടെയാ? കുട്ടല്ലൂര്. ഹസ്ബൻഡ് എവിടെ? ജസ്റ്റ് മാരീഡ് ആയ ആളുകളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. എന്താ പേര്? ദിലീഷ്. ഇന്നത്തെ ദിവസം തെരഞ്ഞെടുപ്പിന് പ്രത്യേക കാരണമുണ്ടോ? കാരണം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്, പിന്നെ ഡേറ്റ് കിട്ടിയത് ഇതാണ്. 200 വിവാഹങ്ങളുള്ള ഒരു ദിവസമാണ്. അതെ. അന്ന് ദിവസം തന്നെ തെരഞ്ഞെടുത്തൊരു സന്തോഷം. അതെ. ഓക്കെ. അപ്പം രണ്ടാൾക്കും ആശംസകൾ. ഓക്കെ. എല്ലാവരും വിവാഹം കഴിയുന്നു, നേരെ ഭഗവാനെ കാണാൻ പോവാനുള്ള തിരക്കിലാണ്. നമുക്കിതാ അവിടെ ഒരു കുഞ്ഞിക്കണ്ണനുണ്ട്. ആ കുഞ്ഞിക്കണ്ണന്റെ കൂടെ ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. ചെറിയ വാവയാണ്. ഹലോ, ഉണ്ണിക്കണ്ണന്റെ പേരെന്താ? ഭയങ്കര വാശിയാന്ന് തോന്നുന്നു. പേരെന്താ? വേദയാണല്ലേ? ആദ്യമായിട്ടാണോ കുഞ്ഞിനെ കണ്ണനാക്കിയത്? എവിടുന്നാ വരുന്നേ? വാശിയുണ്ടോ ആൾക്ക്? നല്ല വാശിയാ. ടെൻഷനാണോ? ടെൻഷനാണ്. എല്ലാരും കണ്ടിട്ടുള്ളതാണ്. ഉണ്ണിക്കണ്ണനെ സാക്ഷാൽ കണ്ണനെ കാണാൻ പറ്റിയോ? പറ്റിയിട്ടില്ല, നല്ല തിരക്കല്ലേ. ഹലോ, എന്താണ് എവിടെ നോക്കുന്നേ? ഹലോ. അയ്യോ, ഈ മൈക്കും ക്യാമറയൊക്കെ കണ്ട് ആള് അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അത്ര രസമാണ്. എവിടെ നോക്കിയാലും നമുക്ക് കണ്ണനെ കാണാം. നമുക്കിതാ ജസ്ന സലീം കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജസ്നയെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കണ്ണന്റെ ഫോട്ടോകൾ വരച്ചുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലടക്കം താരമായ ആളാണ് ജസ്ന. ഇന്നത്തെ ദിവസം എല്ലാ വർഷവും വരാറുണ്ട്. ഈ ദിവസം അല്ലേ? വർഷവും വരാറുണ്ട്. അപ്പൊ മുടങ്ങാതെ ഈ വർഷവും വന്നതാണ്. ഇത്തവണ എന്താണ് കണ്ണനെ വരച്ച് ഞങ്ങളെ പ്രേക്ഷകർ കാണിക്കാമോ? കാണിക്കാം. ഒരു മിനിറ്റ്. ജസ്ന വരച്ച കണ്ണന്റെ ഫോട്ടോയാണ് ഈ വർഷം. എല്ലാ വർഷവും ഇങ്ങനെ ജസ്ന കൃഷ്ണന് ഫോട്ടോ സമർപ്പിക്കാറുണ്ടല്ലേ? എല്ലാ വർഷവും സമർപ്പിക്കാറുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ ഒരുപാട് തവണ കണ്ട് ആളുകൾക്ക് പരിചിതമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ഈ കൃഷ്ണചിത്രങ്ങൾ സമ്മാനിച്ച്, അല്ലെങ്കിൽ ഈ കൃഷ്ണചിത്രങ്ങൾ വരച്ച് ഒരു ഉപജീവനം കഴിക്കുന്ന, അല്ലെങ്കിൽ കൃഷ്ണനാണ് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളായിരുന്നു അല്ലെ? കഴിഞ്ഞ തവണ വന്നപ്പോ എന്റെ ലൈഫ് തന്നെ
മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ, ഒരു വർഷമായി ഇപ്പം എൻ്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്തൊരു കാര്യം വന്ന് കുറച്ച് വിഷയങ്ങളൊക്കെ ആയി. പക്ഷേ എന്നാൽ പോലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇനി ഗുരുവായൂർ ഈ നടപ്പന്തലിലേക്ക് കയറ്റിയിട്ടില്ലെങ്കിലും അവിടെ മഞ്ജുളാലിലെങ്കിലും കണ്ണനെ സമർപ്പിച്ച് ഞാൻ പോകും. കാരണം ഞാനൊരു മുസ്ലിം കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറുന്നതിൽ വിലക്കിടാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അഥവാ ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു വിലക്ക് വന്നാൽ മഞ്ജുളാലിന്റെ അടുത്തോളം നമുക്ക് ഏതൊരു ഭക്തനും പോവാമല്ലോ. അതേപോലെ അവിടം വരെ പോയിട്ട് ഫോട്ടോ സമർപ്പിക്കും ഞാൻ. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് ഒരു മനസ്സിലൊരു വികാര കാര്യം? അഷ്ടമി രോഹിണിയാണ്, കണ്ണന്റെ പിറന്നാളാണ്. ഇല്ല, ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ മുഖത്ത് ഭയങ്കരമായ ഒരു സന്തോഷമാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, എപ്പോഴും ജസ്ന വരയ്ക്കുന്നത് കുഞ്ഞിക്കണ്ണനാണ്. അപ്പൊ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ എങ്ങനെയാണ് ജസ്ന ആഘോഷമാക്കുന്നത്? ഞാനിവിടെ അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയ സമയത്ത് തന്നെ ആദ്യം കണ്ണനോട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യണ്ടുള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറെ തുളസി പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കദളിക്കൊല വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കണ്ണന്റെ പിറന്നാളിനല്ലേ നമുക്ക്, അതും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എടുത്തോണ്ട് വരിക വാങ്ങിക്കൊടുക്കും പോലെ അല്ലല്ലോ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്, ഭയങ്കര സന്തോഷം. എന്റെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ എങ്ങനെയാണോ എനിക്ക്, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നേ ഈ കൃഷ്ണഭക്തർ എല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾ ഒരു ഉണ്ണി പിറന്ന പോലെയാണ് ആഘോഷിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് 2 മക്കളാണുള്ളത്. ആ 2 മക്കളുടെ ജന്മദിനം എങ്ങനെയാണോ അത്രമേൽ സന്തോഷത്തിലാണ് ഞാൻ ഇന്നുള്ളത്. എന്തായാലും തൊഴാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ്. പുറത്തുനിന്ന് തൊഴാലോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ണൻ ഈ പരിസരത്ത് എവിടെയൊക്കെ ഉണ്ട് എന്ന്. അപ്പൊ ഞാൻ ഉള്ളിൽ കയറി കണ്ടിട്ടില്ലെങ്കിലും കണ്ണന് പുറത്തിറങ്ങി എന്നെ കാണുന്നുള്ളൊരു വിശ്വാസത്തില്, ആത്മവിശ്വാസത്തില് നിൽക്കുകയാണ്. അപ്പൊ കണ്ണനെ ഇവിടുന്നെങ്കിലും ഒരു നോക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇന്ന് എവിടെ നോക്കിയാലും കണ്ണനും ഗോപികമാരുമാണ്. ഇന്ന് എവിടെ നോക്കിയാലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവിടെ ഒരു കണ്ണനെ കണ്ടപ്പോ കണ്ണാന്ന് വിളിച്ചേ, ആരോ ഒരു കണ്ണന്റെ രൂപം കെട്ടിയതാ. ആ കെട്ടിയാലൊക്കെ നമ്മൾ ഇന്ന് കണ്ണനായിട്ട് തന്നെ കണക്കാക്കല. അതിന് ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും അതാണ് ജസ്ന പറയുന്നത്, അതാണ് സ്വന്തം വീട്ടിൽ മക്കളുടെ പിറന്നാൾ പോലെയാണ് തനിക്ക് ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ എന്നാണ് പറയുന്നത്. അതെ, പക്ഷെ ഭവ്യ കഴിഞ്ഞ തവണത്തെ ജസ്നയുടെ ഈ അഷ്ടമി രോഹിണി ദിവസത്തെ വരവ് വലിയ സംഭവ ബഹുലമായിരുന്നു. കാരണം ജസ്ന കേക്ക് മുറിക്കുന്നു, ഒപ്പം സമാന്തര വിഷുക്ക് അദ്ദേഹത്തിനെ കാണാൻ പ്രത്യേക അവിടെ ഒരുക്കി, വിഷുവിന് കണി ഒരുക്കി, അങ്ങനൊക്കെ വലിയ പ്രശ്നമുണ്ട്. അപ്പം ജസ്നയുടെ കുറെ റീലുകളൊക്കെ പുറത്തു വന്നപ്പം ഹൈക്കോടതി കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടു. അതാണ് നമ്മളിവിടെ നോക്കുമ്പം റീൽസ് ചിത്രീകരണക്കാരെ ആരെയും കാണുന്നില്ല. ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തന്നെ റീൽസ് ചിത്രീകരിക്കുന്നത് നിരോധിച്ചത് ഈ ജസ്നയുടെ ഒരു കേക്ക് മുറിയും അതിന്റെ അനുബന്ധമായ കാര്യങ്ങളും വിഷുക്കണിയൊക്കെ. എന്തായാലും ഇതൊന്നുമില്ലാതെ, റീൽസ് ഒന്നും ഇല്ലാതെ കണ്ണന്റെ ചിത്രവുമായി ജസ്ന ഇപ്പം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഒരുപാട് പേരാണ് ഇന്ന് ഈ പുന സമർപ്പിക്കുക, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് സമർപ്പിക്കുക, ഒപ്പം അങ്ങനെ ഈ തുളസിമാല അല്ലെങ്കിൽ തുളസി ഇല കൊണ്ടുവരിക എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആളുകൾ, ഭക്തർ അവരുടെ വഴിപാടായി ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം ഈ ദമ്പതികളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ വധുവിന് ഭയങ്കര നാണമുണ്ട്. എന്താ ഇത്ര നാണം? ജസ്റ്റ് കല്യാണം കഴിഞ്ഞതിന്റെ സന്തോഷമല്ലേ? എന്താ പേര്? അശ്വതി. അയ്യോ, ഭയങ്കര നാണമാണ്. എവിടുന്നാ വരുന്നേ? തൃശ്ശൂര്. എന്റെ ഹസ്ബൻഡിന്റെ പേരെന്താ? അനന്തു. ഇപ്പൊ ഈ ജസ്റ്റ് നിമിഷം ഹസ്ബൻഡായി അല്ലേ? ഒറ്റ നിമിഷം കൊണ്ട് ഹസ്ബൻഡായി. അതെ. എങ്ങനെയുണ്ട് സന്തോഷം? നന്നായിട്ട്. അഷ്ടമി രോഹിണി ദിവസം തെരഞ്ഞെടുത്തതാണോ അല്ലെങ്കിൽ സ്വാഭാവികമായി സംഭവിച്ചതാണോ? സ്വാഭാവികമായിട്ട് ഞങ്ങള് തെരഞ്ഞെടുത്തപ്പോ അങ്ങനെ സംഭവിച്ചു. എന്തായാലും സന്തോഷം. ഭഗവാനെ തൊഴുതോ? അല്ല, തൊഴാൻ പോണു. തൊഴാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും 2 പേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. എവിടുന്നാ വരുന്നേ?